മക്കളെ ഒടുക്ക വലിഞ്ഞു കയറണെന്ന് ഇപ്പോൾ പറഞ്ഞുതരട്ടോ. ഇതന്നെ ഒരു മൊത്തം ഒരു സാഹസികതയാണ്. അപ്പോൾ എന്തിനാ ബുള്ളറ്റുമാർ ഇങ്ങനെ കയറൊക്കെ പിടിച്ച കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലല്ലോ. നമ്മളൊക്കെ വീട് പണി എടുക്കണമല്ലാണല്ലേ. വീടിനൊക്കെ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ചോർച്ച വെള്ളത്തിൻ്റെ കിനിച്ചിലൊക്കെ കാണും. അപ്പോൾ അതിനൊരു ശാശ്വത പരിഹാരമായിട്ടാണ് ഇപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ. നമ്മളെ കൂടെ ഉള്ളത് പേരെന്തേനും ഷിഹാബ് ഐഫ വാട്ടർ പ്രൂഫിംഗ് അല്ലേ. 25 വർഷം നിങ്ങൾക്ക് ചോർച്ചയില്ലാതെ ഗ്യാരണ്ടിയോട് കൂടിയിട്ട് വാട്ടർ പ്രൂഫിംഗ് ചെയ്തിരുന്നതാണ്. മലപ്പുറത്താണ് നമ്മളുള്ളത്. എവിടെ നമ്മൾ ഓഫീസോടെ വരുന്നത്? മലപ്പുറം മുട്ടിപ്പടിക്കലാണ് ഓഫീസ് കാര്യങ്ങളുള്ളത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാനാണ് ഇപ്പോൾ നമ്മൾ മാനേജിംഗ് ഡയറക്ടർ ഇതിൻ്റെ കൂടെ ഉള്ളത്. ഇതിൻ്റെ വർക്ക് ഞാൻ ഇപ്പോൾ വലിയൊരു വീടിൻ്റെ വർക്ക് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വാട്ടർ പ്രൂഫിംഗ് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിലാണ് നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് അപ്പോൾ എന്താ പറയുക, പച്ചയായിട്ട് തന്നെ കാണിച്ചു തരാൻ കരുതിയിട്ടാണ് കേട്ടോ. കാരണം തട്ടിപ്പോ വെട്ടിപ്പോ എന്നല്ല എന്നുള്ളതാണ്. കാരണം ഒരുപാട് കമ്പനിയും കാര്യങ്ങളുണ്ടാവും, പിന്നെ ചെയ്തവരുണ്ടാവും. ഇപ്പോൾ കമൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ, മനക്കാവ് തട്ടിപ്പാണ് അല്ലെ അങ്ങനെയാണ് ഇങ്ങനെ. പക്ഷേ നിങ്ങൾ 100% 25 കൊല്ലത്തിൻ്റെ ഉള്ളിൽ എന്ത് സംഭവിച്ചാലും നമ്മൾ റീപ്ലേസ് ചെയ്ത് കൊടുക്കും. അതാണ് ഗ്യാരണ്ടി. ഓക്കെ. അപ്പോൾ എന്താണ് ഇതിൻ്റെ പിന്നെ കെമിക്കൽ കാര്യങ്ങൾ, ഇതിൻ്റെ വർക്ക് കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് വരുന്നത്? നമ്മളിപ്പോൾ ഇവിടെ ഈ വീട് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 9,000 സംതിങ്, ഒരു 10,000 സ്ക്വയർ ഫീറ്റ് അടുത്തുള്ള ഒരു വീടാണ്. ഇതിന്റെ പല ഏരിയകൾ പല രീതിയിലാണ് ഇപ്പോൾ വാട്ടർ ചെയ്യുന്നത്. ഇപ്പൊ ഈ ഫ്ലോർ ഏരിയ ഇവിടെ ടൈല് വരാനുള്ള ഏരിയ ആണ്. ഇവിടെ ഉള്ള ഒരു മെത്തേഡ് അല്ല നേരെ അപ്പുറത്തെ സൈഡിലേക്ക്. അവിടെ നിന്ന് നമുക്ക് ഓട് വരാനുള്ള ഏരിയ ആണ്. അപ്പോൾ ഈ വീഡിയോ കാണാൻ പല ആളുകൾക്കും ഒരു ധാരണ ഉണ്ടാവും ഈ ഓട് വെച്ചാൽ എങ്ങനെ ലീക്ക് വരാന്നുള്ളത്. പക്ഷെ ഓട് വെച്ചിട്ടും ലീക്ക് വന്ന ക്ലയന്റുകൾ ഉണ്ടാവും. അവർക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാവും ഓട് വെക്കുന്ന മുന്നേ എന്തായാലും വാട്ടർ പ്രൂഫ് ചെയ്യണം എന്നുള്ളത്. കാരണം പ്രിവെന്റീവ് ആയിട്ട് വാട്ടർ പ്രൂഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അതുമൂലം ഉണ്ടാകുന്ന നഷ്ടങ്ങൾ ഒഴിവാക്കാൻ പറ്റും. നേരെ വെച്ച് ഓട് വെച്ചൊക്കെ ക്ലിയർ ചെയ്തതിന് ശേഷമാണ് നമ്മൾ പിന്നെ ലീക്കേജ് വന്നിട്ടുണ്ടെങ്കിൽ ആ ഓട് ഓട് മൊത്തം ഇറക്കേണ്ടി വരും. പിന്നെ അതിന്റെ സീലിംഗ് എന്തെങ്കിലും കമ്പനി അത് റെഡിയാക്കേണ്ടി വരും. പിന്നെയും വാട്ടർ ചെയ്ത് പിന്നെ ഓട് വെക്കേണ്ടി വരും. അപ്പൊ ഈ ചില വീടുകൾക്ക് ഓട് നിർബന്ധമാണ്. കാരണം അതിന്റെ ആ ഒരു മോഡല് കിട്ടണമെന്നുണ്ടെങ്കിൽ ഓട് ഭംഗി കിട്ടണമെങ്കിൽ. അപ്പോൾ അങ്ങനെയുള്ള പല കമന്റ്സുകളാണ്. ഈ ഓട് വെച്ചിട്ട് ലീക്ക് വന്ന ആളുകൾക്ക് എന്തായാലും അങ്ങനെ വരാതെ ഉണ്ടാവില്ല. അവരെന്തായാലും വാട്ടർ പ്രൂഫ് ചെയ്തിട്ട് ഓട് വെച്ചാൽ മതി എന്ന് പറയും. അപ്പോൾ ഇവിടെ നമ്മൾ 7 ലെയർ സിസ്റ്റം ആണ് ഇപ്പോൾ ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. ഇതിൽ ഫസ്റ്റ് നമ്മൾ പ്രൈമറി കോട്ട് 2 കെമിക്കലും സിമെന്റ് മിക്സ് ചെയ്ത് പ്രൈമറി കോട്ട് ഉണ്ടാക്കുന്നു. അത് കഴിഞ്ഞിട്ട് 45 GSM ഫൈബർ മെഷ് വെച്ചിട്ടാണ് എൻ്റയർ ഏരിയ ചെയ്യുന്നത്. പിന്നെ ജോയിന്റ് ഏരിയകൾ അതേമാതിരി പിന്നെ കോർണറുകളിലൊക്കെ നമ്മൾ 100 GSM മാറ്റ് വെച്ച് പാക്ക് ചെയ്യും. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ ഓടുന്ന ഏരിയയിലേക്കാണെങ്കിൽ ആ ട്രീറ്റ്മെന്റ് വേറെയും ടൈലിന്റെ ഏരിയകൾക്ക് വേറെ ട്രീറ്റ്മെന്റിലേക്കാണ് 2-3 ലെയർ ആയിട്ടാണ് ചെയ്യുന്നത്. അതായത് ഡയറക്റ്റ് വെയിലടിക്കുന്ന ഭാഗങ്ങളിലേക്ക് ചെയ്യുന്ന മെത്തേഡ് വേറെയാണ്. ഇതിൽ ഈ വീട്ടില് 3 ഏരിയകളും വരുന്നുണ്ട്. അതാണ് ഈ വീടിന്റെ പ്രത്യേകത. ഈ വീട്ടിലേക്ക് 3 നമ്മൾ ചെയ്യുന്നുണ്ട്. ഇതാണ് 45 GSM മാറ്റ് എന്ന് പറയുന്നത്. ഇത് ഉപയോഗിച്ചിട്ടാണ് എൻ്റയർ ഏരിയ നമ്മൾ ചെയ്യുന്നത്. കാരണം ഇതിന്റെ പർപ്പസ് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന കെമിക്കലിന് നല്ലൊരു സ്ട്രെങ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതായത് അതെ, അതിന് വേണ്ടിയിട്ടാണ്, ഒരു ബോണ്ടിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ മറക്കണ്ട, ഐഫ വാട്ടർ പ്രൂഫ് അല്ലേ. കോൺടാക്ട് നമ്പർ കാര്യങ്ങൾ കൊടുക്കാൻ നിങ്ങൾക്ക് വീട് പണി എത്ര വലിയ വീടായിക്കോട്ടെ അല്ലേ, എത്ര വലിയ ബിൽഡിംഗ് ആയിക്കോട്ടെ, ചെറിയ വീടാണെങ്കിലും ഘടകമാണ് വാട്ടർ പ്രൂഫിങ് ഇനിയുള്ള കാലത്ത്. കാരണം നമ്മളിന്ന് കുറച്ച് കാലങ്ങളൊക്കെ ആയിട്ട് ഷീറ്റ് ഇടുന്ന അവസ്ഥ ഉണ്ടാവലുണ്ട് അല്ലേ, പിന്നെ ചോർച്ച വന്നാല്. അതുപോലെ തന്നെ പിന്നെ നമ്മൾ കുറെ മറ്റുള്ള കെമിക്കൽ കാര്യങ്ങളൊക്കെ. ഇനിയിപ്പോൾ അതിനൊക്കെ ഒരു ശാശ്വത പരിഹാരമാണ് നമ്മൾ ഐഫ. അത്ര പെർഫെക്റ്റ് ആയിട്ട് ഉത്തരവാദിത്തോട് കൂടിയിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്തത്. ഞാൻ പറഞ്ഞല്ലോ 25 വർഷത്തെ ഗ്യാരണ്ടിയാണ്. അല്ല, ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ, അതായത് പിന്നെ നമ്മൾ വർക്കിൻ്റെ കാര്യങ്ങളോ അല്ലെങ്കിൽ ലീക്കോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് വന്നിട്ട് നന്നാക്കി തരും. ഓക്കെ.